നമസ്കാരം. ഏറെ പ്രതീക്ഷകളോടെ തമിഴക രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച നടൻ വിജയുടെ ഭാവി എന്താകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും ഇന്ത്യയിലാകമാനവുമെല്ലാം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. 41 പേരുടെ ദാരുണ മരണത്തിനിടയാക്കിയ കലൂർ ദുരന്തത്തിന് ശേഷം തമിഴക വെട്രിക്കഴകം അഥവാ TVK നേതാവായ വിജയുടെ രാഷ്ട്രീയ ഭാവി ഇപ്പോൾ തുലാസിലാണ്. വെറുമൊരു അപകടം എന്നതിലുപരി രാഷ്ട്രീയ റാലികളിലെ സുരക്ഷാ വീഴ്ചകളുടെയും താരാരാധനയുടെ അപകടകരമായ സ്വാധീനത്തിന്റെയും നേർചിത്രമാണ് കലൂർ ദുരന്തം. 10,000 പേർക്ക് മാത്രം അനുമതി ചോദിച്ചിടത്ത് 1.5 ലക്ഷത്തോളം പേർ തടിച്ചുകൂടിയതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. എന്നാൽ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം വെറും ജനക്കൂട്ടത്തിന്റേത് മാത്രമല്ല. പോലീസ് തയ്യാറാക്കിയ FIR-ൽ വിജയ്ക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണുള്ളത്. അനുമതി പരിധികൾ ലംഘിച്ച് റോഡ് ഷോ നടത്തിയെന്നും പോലീസ് മുന്നറിയിപ്പുകൾ അവഗണിച്ച് മനഃപൂർവ്വം 4 മണിക്കൂർ വൈകിയെത്തിയെന്നും FIR-ൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ നിയമപരമായ വെല്ലുവിളികളെ വിജയ് എങ്ങനെ മറികടക്കും? ഈ ദുരന്തം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രയാണത്തെ എങ്ങനെ വഴിതിരിച്ചു വിടുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. റാലിക്ക് 10,000 പേർക്ക് മാത്രമാണ് അനുമതി ചോദിച്ചിരുന്നതെങ്കിലും 1.5 ലക്ഷത്തോളം പേർ എത്തിയിരുന്നു. അനുമതി ലഭിച്ചതിലും 10 മടങ്ങ് ആളുകൾ എത്താനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നതിൽ പോലീസിനും സംഘാടകർക്കും ഒരുപോലെ വീഴ്ച സംഭവിച്ചു. പോലീസ് തയ്യാറാക്കിയ FIR-ൽ തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്ക്കെതിരെയുള്ള പരാമർശങ്ങളിലേക്കാണ് ഇനി. അതിൽ ആദ്യത്തേത് നിശ്ചിത സമയപരിധി നിർണയിച്ചാണ് വിജയ്ക്ക് റോഡ് ഷോയ്ക്കുള്ള അനുമതി നൽകിയതെന്നാണ്. എന്നാൽ വിജയ് എല്ലാ പരിധികളും ലംഘിച്ച് അനുമതിയില്ലാതെ റോഡ് ഷോ അടക്കം നടത്തിയെന്ന് FIR-ൽ പറയുന്നു. രണ്ടാമത്തേത് 4 മണിക്കൂർ വൈകിയാണ് വിജയ് കലൂരിലെ യോഗസ്ഥലത്തേക്ക് എത്തിയത്. ആളുകൾ അനിയന്ത്രിതമായി എത്തുകയാണെന്നും അതിനാൽ മറ്റിടങ്ങളിൽ ഇറങ്ങുകയോ സ്വീകരണം ഏറ്റുവാങ്ങുകയോ ചെയ്യരുതെന്നും TVK സംസ്ഥാന ഭാരവാഹികൾക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് അവഗണിച്ചുവെന്നും വിജയ് മനഃപൂർവ്വം സമയം വൈകി എത്തിയെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കലൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തരുതെന്ന മുന്നറിയിപ്പുമായി തമിഴ്നാട് മുഖ്യമന്ത്രി AK സ്റ്റാലിൻ രംഗത്തെത്തിയിരുന്നു. എല്ലാവരും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും ദുരന്തവുമായി ബന്ധപ്പെട്ട് വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും AK സ്റ്റാലിൻ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടിയിരുന്നു. TVK റാലിയിൽ ആളുകൾ മരിക്കാനിടയായ സംഭവത്തിൽ അനുശോചനം അറിയിച്ചെന്നും ഫോൺ വിളിക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നുമാണ് കോൺഗ്രസിന്റെ വിശദീകരണം. വിജയ് ഇപ്പോൾ എയറിലാണെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ വിജയെ പ്രത്യക്ഷത്തിൽ വിമർശിക്കാൻ തയ്യാറല്ല. ഒരുപക്ഷെ അങ്ങനൊരു സ്റ്റാൻഡ് എടുത്താൽ വിജയ്ക്കുള്ള പബ്ലിക് സപ്പോർട്ട് കാരണം വരുന്ന ഇലക്ഷനിൽ അത് വിജയെ സഹായിച്ചേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. എന്തായാലും കലൂരിലേക്ക് സന്ദർശനത്തിനുള്ള അനുമതി വിജയ്ക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചെങ്കിലും ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ഹൈദരാബാദിലും ബാംഗ്ലൂരിലും മുമ്പ് സമാന ദുരന്തങ്ങൾ ഉണ്ടായിട്ടും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിലുള്ള വീഴ്ചയാണ് കലൂർ ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചത്. താരാരാധനയുടെ പേരിൽ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുന്നത് അവസാനത്തേതാകാൻ രാഷ്ട്രീയ പാർട്ടികളും അധികാരികളും സുരക്ഷയുടെ കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ദുരന്തത്തിന്മേലുള്ള നിയമപരമായ നടപടികളും രാഷ്ട്രീയ പ്രതികരണങ്ങളും വിജയുടെ ഭാവി നിർണയിക്കും. എന്നാൽ അതിലുപരിയായി സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമാണ് തമിഴകത്തിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ നേതാവിന് മുന്നിലുള്ള ഇപ്പോഴത്തെ വെല്ലുവിളി. തമിഴകത്തെ ഈ പുതിയ രാഷ്ട്രീയ നേതാവിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട്. നിരവധി ചോദ്യങ്ങളാണ് വിജയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഉയരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം വിജയുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.